ചില കാര്യങ്ങൾ നമ്മൾ പറയാറുണ്ട് വാക്കുകൾക്ക് അവർണ്ണനീയം എന്നൊക്കെ. അതായത് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതിനേക്കാൾ അപ്പുറത്തായിരിക്കും അതിന്റെ സൗന്ദര്യം. അങ്ങനെയൊരു വീടാണിത്. നിങ്ങൾ തന്നെ നേരിട്ട് കണ്ടോളൂ. ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് പരിചയപ്പെടുത്തുന്ന ഈ ഒരു ഭംഗിയുള്ള വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ പള്ളിക്കര പെരിങ്ങാല എന്ന് പറയുന്ന സ്ഥലത്താണ്. പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നും വെറും 1.4 കിലോമീറ്റർ ആണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ദൂരം വരുന്നത്. ഇൻഫോ പാർക്ക് നമുക്ക് വളരെ അടുത്താണ്. വെറും 5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. കളക്ടറേറ്റ് നോക്കുവാണെങ്കിൽ 12, തൃപ്പൂണിത്തുറയ്ക്കും 12 കിലോമീറ്റർ, ഇടപ്പള്ളി ഭാഗത്തേക്ക് 16 കിലോമീറ്ററും എയർപോർട്ടിലേക്ക് 25 കിലോമീറ്ററുമാണ് ഡിസ്റ്റൻസ് വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ്. ഇവിടെയുള്ള വീടുകൾ പലതും സെയിലായി ആളുകൾ താമസമായതാണ്. നല്ല വീതിയുള്ള വഴിയാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലൂടെ കടന്നു പോകുന്നത്. വഴി പോലെ തന്നെ നല്ല ലാൻഡ് അളവിലുമാണ് വീടും ചെയ്തിരിക്കുന്നത്. 5.1 ആണ് ലാൻഡ് അളവ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 2523. വളരെ ഭംഗിയായിട്ടാണ് ഞാൻ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞതുപോലെ വാക്കുകൾക്കൊക്കെ വർണ്ണനീയമാണ്. നിങ്ങൾ തന്നെ കണ്ടോളൂ. നമുക്ക് ഇതിന്റെ മതിലിൽ നിന്ന് തന്നെ തുടങ്ങാം. സിമ്പിൾ ഡിസൈനിൽ ടെക്സ്ചർ വർക്കിലാണ് മതിൽ കൊടുത്തിരിക്കുന്നത്. മെയിൻ പില്ലറുകളിൽ ഷോലൈറ്റ് വരുന്നുണ്ട്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിലാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷനെ കുറിച്ച് ഞാൻ പറയുന്നില്ല. വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്ലാഡിംഗ് സ്റ്റോൺസിന്റെ വർക്കുകളാണെങ്കിലും ടെക്സ്ചർ വർക്കുകളും ഒക്കെ കൊടുത്ത് നമ്മുടെ ബാൽക്കണിയുടെ പോർഷനിലൊക്കെ ഭംഗിയുള്ള വർക്കുകൾ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സും സ്പോട്ട് ലൈറ്റുകളും അതുപോലെ തന്നെ നമുക്ക് സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടാണ് എലിവേഷൻ ചെയ്തിരിക്കുന്നത്. വീടിന് നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് നമ്മൾ എൻട്രി ചെയ്യാണ്. സ്ലൈഡിംഗ് ആൻഡ് ഫോൾഡിംഗ് ഗേറ്റ് തുറന്നു നമ്മൾ നേരെ കിടക്കുന്ന സമയത്ത് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഫ്ലോറിൽ നോക്കുവാണെങ്കിൽ കോബിൾ സ്റ്റോൺസ് വരുന്നുണ്ട്. ബാക്കിയുള്ള ഭാഗങ്ങളിൽ ടൈലൊക്കെയാണ് സ്റ്റോൺസ് ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ട് ഗ്രാസും ഒക്കെ വിരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ കാർ അതൊരു വലിയ കാർ തന്നെ. നമുക്ക് സ്പേഷ്യസ് ആണ് കാർ പോർച്ച്. വലിയൊരു കാറിനുള്ള പാർക്കിംഗ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പോർച്ചിന്റെ മുകളിലൊക്കെ LED ലൈറ്റുകളും സിലിണ്ടറിക്കൽ ലൈറ്റുകളും ഒക്കെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. വീടിനകത്തേക്ക് എൻട്രി ചെയ്തിട്ട് നമുക്ക് നേരെ ലെഫ്റ്റ് സൈഡ് പോവുകയാണെങ്കിൽ അവിടെയാണ് രണ്ടാമത്തെ കാറിനുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നത്. നിങ്ങൾക്ക് അവിടെ കിണറും കാണാൻ പറ്റുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഭാഗത്തായിട്ടാണ് കിണറിന്റെ സ്ഥാനം വരുന്നത്. അവിടെയുള്ള വോൾ നോക്കിയാൽ കാണാം നല്ല ഡിസൈനിലുള്ള ടെക്സ്ചർ വർക്കാണ്. അതുകൂടാതെ നമുക്ക് ചെടികളൊക്കെ നടാനായിട്ട് ഇവിടെ ചെറിയൊരു ബോക്സും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് കിണറിന്റെ സൈഡിലൂടെ നമ്മൾ നേരെ പോകുന്ന സമയത്ത് വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോഴുള്ള ലെഫ്റ്റ് സൈഡ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെറ്റൽ ചിപ്പ് വിരിച്ചിട്ടുണ്ട്. ഏരിയ നല്ല സ്പേഷ്യസ് ആണ്. സെറ്റ് ബാക്കും കൊടുത്തിട്ടുണ്ട്. വീടിനെ ഫേസ് ചെയ്ത് നിൽക്കുമ്പോൾ റൈറ്റ് സൈഡ് ആണ്. പോർച്ചിന്റെ സൈഡിലൂടെ റൈറ്റ് സൈഡ് നോക്കുവാണെങ്കിലും ഏരിയ സ്പേഷ്യസ് ആണ്. മെറ്റൽ ചിപ്പാണ് ഇവിടെയും വിരിച്ചിരിക്കുന്നത്. വീടിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് നല്ല സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയാണ് വർക്ക് ഏരിയയുടെ പൊസിഷൻ വരുന്നത്. വീടിന്റെ സിറ്റ് ഔട്ട് ആണ് കാണുന്നത്. ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ്, നല്ല ഡിസൈൻ ഉള്ള ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഡോർ ഒറ്റ പാളിയിലാണ് ചെയ്തിരിക്കുന്നത്. നോർത്ത് ഫേസിംഗ് ആണ്. വടക്കോട്ട് ദർശനമാണ്. കംപ്ലീറ്റ് ആയിട്ട് തേക്കിലുമാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ തുറന്നാൽ നേരെ നമ്മൾ വരുന്നത് വലിയൊരു ലിവിംഗ് സ്പേസിലേക്കാണ്. ഫ്ലോർ ടൈലുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈറ്റ് ഗ്രേ ഷെയ്ഡ്, ഓഫ് വൈറ്റ് ഷെയ്ഡ് ഒക്കെ വരുന്ന ഒരു ടൈലാണ് കൊടുത്തിരിക്കുന്നത്. ഭംഗിയുള്ള ഡിസൈൻ ആണ്. നിങ്ങൾ നേരെ നോക്കുമ്പോൾ TV യൂണിറ്റ് വെക്കാനുള്ള സ്പേസ് ആണ് കാണാൻ പറ്റുന്നത്. ഭംഗിയായിട്ട് ബാക്ക്ഗ്രൗണ്ടിലൊക്കെ പാനലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത്. നമുക്ക് വുഡ് കൊണ്ടുള്ള ഒരുപാട് ഷെൽഫുകൾ വരുന്നുണ്ട്. ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് വെച്ചിരിക്കുന്ന വോൾ തന്നെ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് ഗോൾഡൻ ബീഡിംഗ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ കാണുന്ന ഓപ്പൺ സ്പേസുകളുടെ ഇടയിൽ എല്ലാം തന്നെ LED സ്ട്രിപ്പുകളാണ് വരുന്നത്. നമുക്കിനി വിൻഡോസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വോളിന്റെ രണ്ട് ഭാഗത്തായിട്ട് നല്ല രീതിയിൽ വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിന് പാരലൽ ആയിട്ട് നേരെ നിങ്ങൾ മുകളിലേക്ക് നോക്കിക്കോളൂ. ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ഈ ഒരു വീട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന സെയിം പ്രപ്പോർഷനിൽ തന്നെ മുകളിൽ നമുക്ക് വിൻഡോസ് കിട്ടുന്നുണ്ട്. റൂഫ് ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊണ്ട് വളരെ മനോഹരമായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ നീളവും വീതിയും ഒക്കെ പറയാൻ പോയാൽ ഒരുപാടുണ്ട്. കാരണം നല്ല വലിയ സ്പേഷ്യസ് ആണ് ഇവിടുത്തെ എല്ലാ ഏരിയകളും. അതുകൊണ്ട് നമുക്ക് എത്ര വലിയ സോഫ സെറ്റീസ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇവിടെ ഇടാവുന്ന രീതിയിലുള്ള വലിയ സ്പേസ് ആണ് ഇവിടെ കിട്ടുന്നത്.
റൂഫിന്റെ ഒരു പോർഷൻ നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. അവിടെ നോക്കുവാണെങ്കിൽ LED സ്ട്രിപ്പുകളും ചെറിയ LED ബൾബുകളും ഒക്കെയാണ് വരുന്നത്. അവിടെ നിന്ന് നമുക്ക് നേരെ പോകേണ്ടത് ഈ ഭാഗത്തേക്കാണ്. ഇവിടെയായിട്ടാണ് നമുക്ക് ഡൈനിങ് ഹാള് വരുന്നത്. അതിനു മുമ്പ് ഞാനിപ്പോ നിൽക്കുന്നതിന്റെ ഈ ഒരു റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒന്നാമത്തെ ബെഡ്റൂം വരുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ്. ഞാൻ എടുത്തു പറയുകയാണ്, ഇവിടുത്തെ വിൻഡോസും ഡോറുകളും എല്ലാം നിങ്ങൾ നോക്കുവാണെങ്കിൽ എല്ലാം കംപ്ലീറ്റ് ടീക്ക് വുഡ് തേക്കിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒന്നാമത്തെ ബെഡ്റൂം ആണ്. 14 അടി നീളവും 9.5 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ആയിട്ട് വരുന്നത്. രണ്ട് ഭാഗത്തായിട്ട് നിങ്ങൾക്ക് വിൻഡോസ് കാണാം. ഇവിടെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ വെച്ചിരിക്കുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. വുഡൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ നല്ല ഡിസൈനോട് കൂടിയിട്ടാണ് വാർഡ്രോബ് ചെയ്തിരിക്കുന്നത്. നേരെ റൂഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ടാണ്, അധികം വർക്കുകളൊന്നും കൊടുക്കാതെ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ നല്ല ഭംഗിയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഒന്നാമത്തെ ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഡോറിന്റെ പാറ്റേൺ ഇങ്ങനെയാണ് വരുന്നത്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം ജെറയിലാണ് ചെയ്തിരിക്കുന്നത്. മാറ്റ് ഫിനിഷോട് കൂടിയിട്ട് ഗ്രേ കളർ ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ട് ഓൾറെഡി ഇവിടെ വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ ബെഡ്റൂം കണ്ടു. ഇവിടെയാണ് ലിവിംഗ് സ്പേസ്. നമ്മൾ നേരെ ഡൈനിങ്ങിലേക്കാണ് പോകുന്നത്. ആ സമയത്ത് ഇവിടെ നിന്നാണ് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് വരുന്നത്. നമ്മുടെ സിറ്റ് ഔട്ടിൽ കണ്ട സെയിം ഗ്രാനൈറ്റ് പീസ് തന്നെയാണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പുകളുടെയൊക്കെ ഹാൻഡ് റൈൽസ് ഒക്കെ ഭംഗിയായി ചെയ്തിട്ട് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്പിന്റെ താഴെയുള്ള ഭാഗം നോക്കിയാൽ കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇൻവെർട്ടേഴ്സ് വെക്കാനും സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനൊക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ് ഹാളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇവിടെയായിട്ട് നമുക്കൊരു വാഷ് ഏരിയ കിട്ടുന്നുണ്ട്. ജെറയുടെ തന്നെയാണ് ഫിറ്റിംഗ് വരുന്നത്. ഭംഗിയായിട്ടുള്ള ഗ്രേ കളർ പീസിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ഒക്കെ നോക്കുവാണെങ്കിൽ PVC പാനലിംഗ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ഷെൽഫുകളും താഴെ ക്ലോസ്ഡ് കബോർഡുകളും ഒക്കെ കൊടുത്ത് ഭംഗിയുള്ളൊരു മിററുമാണ് വെച്ചിരിക്കുന്നത്. ഡൈനിങ്ങിലേക്ക് വരുന്ന സമയത്ത് എൻട്രൻസും കംപ്ലീറ്റ് ആയിട്ട് വുഡൻ ആയിട്ട് ചെയ്തിട്ട് ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഏകദേശം 10 പേരെ വരെയൊക്കെ നമുക്ക് ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം. വലിയൊരു ഡൈനിങ് ഹാൾ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഈ ഭാഗത്തായിട്ടാണ് 4 വിൻഡോസ് വരുന്നത്. നമുക്ക് ലെങ്ത് വൈസ് നോക്കിയാലും വിഡ്ത് വൈസ് നോക്കിയാലും വലിയൊരു ഡൈനിങ് ഏരിയ തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. റൂഫിലാണെന്നുണ്ടെങ്കിൽ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് വളരെ ഭംഗിയായിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ടാണ് കിച്ചൺ വരുന്നത്. സൗത്ത് ഈസ്റ്റ് ഭാഗത്താണ് കിച്ചന്റെ സ്ഥാനം വരുന്നത്. എൻട്രൻസ് ഒക്കെ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട്. ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഗ്ലാസ് പാർട്ടീഷൻ ആണ് അതിനകത്ത് വരുന്നത്. കൗണ്ടർ ടോപ്പ് പോർഷൻ ഒക്കെ നോക്കുവാണെങ്കിൽ വുഡൻ ആയിട്ടാണ് പാനലിംഗ് ചെയ്തിട്ടുണ്ട്. മുകളിൽ ഭംഗിയുള്ള 2 ഹാങ്ങിങ് ലൈറ്റും അതിനടുത്തായിട്ട് ചെറിയ LED ബൾബുകളുമാണ് കൊടുത്തിരിക്കുന്നത്. വാസ്തുപരമായിട്ട് നമുക്ക് കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് കുക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കിച്ചണിന്റെ സറൗണ്ടിങ് ഏരിയാസിലൊക്കെ നല്ല ഭംഗിയുള്ള ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഗ്രേ ആണ് വരുന്നത്. കൗണ്ടർ ടോപ്പും അതേപോലെ തന്നെ ഗ്രേ ആണ്. കിച്ചൺ ക്യാബിനറ്റ്സ് നോക്കുവാണെങ്കിൽ ലൈറ്റ് ഗ്രീൻ ആണ്. മുകളിലെ 2 ലെയറിലും താഴെ ഒരു ലെയറിലും ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ഫ്രിഡ്ജ് ഒക്കെ വെക്കാനായിട്ടും നല്ലൊരു സ്പേസ് ഈ ഒരു കോർണർ പോർഷനിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വലിയൊരു കിച്ചൺ ആണ്. 5-6 പേർക്ക് നിന്ന് മാനേജ് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് സിങ്കും പൈപ്പ് കണക്ഷനും വരുന്നത്. വിൻഡോസ് നോക്കിയാൽ കാണാം, സിംഗിൾ വിൻഡോസ് 3 എണ്ണമാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മുടെ ഈ ഒരു കൗണ്ടർ ടോപ്പ് പോർഷന്റെ ഓപ്പൺ കൗണ്ടറിന്റെ ഈ ഒരു ഭാഗത്ത് നോക്കുവാണെങ്കിൽ ഇവിടെയും നമുക്ക് നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ മുകളിൽ കാണുന്ന എക്സ്ട്രാ സ്പേസ് എല്ലാം തന്നെ പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. മിഡിൽ പോർഷനിലായിട്ട് LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ആയിട്ട് വർക്ക് ഏരിയ സ്പേസ് കിട്ടുന്നുണ്ട്. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് വർക്ക് ഏരിയയിലേക്കാണ്. 2 സൈഡിലും ഡോറ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, വളരെ ലെങ്ത്തിൽ തന്നെയാണ് നമുക്ക് കൗണ്ടർ ടോപ്പ് ഒക്കെ കിട്ടുന്നത്. സിങ്കും പൈപ്പ് കണക്ഷനും താഴെ നമുക്ക് കബോർഡുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. റൂഫും സൈഡും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്ത് സേഫ് ആയിട്ടൊരു വർക്ക് ഏരിയയും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂം ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 13 അടി നീളവും 9.5 അടി വീതിയിലുമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് വാർഡ്രോബുകൾ വരുന്നുണ്ട്. സെയിം ഡിസൈൻ തന്നെയാണ്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഇവിടെ 2 സിംഗിൾ വിൻഡോസും ബാക്കിയുള്ള 3 വിൻഡോസ് ആ ഒരു ഭാഗത്തുമായിട്ടാണ് വരുന്നത്. അതിനടുത്തായിട്ട് തന്നെ നമുക്ക് ഡ്രസ്സിംഗ് ടേബിളും കിട്ടുന്നുണ്ട്. റൂഫ് നോക്കുവാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ സാധനങ്ങൾ കുറച്ച് നമുക്ക് റിമൂവ് ചെയ്യാനുണ്ട്. നമ്മുടെ വർക്ക് കഴിഞ്ഞതിന്റെ കുറച്ച് സാധനങ്ങളാണ് ഇവിടെ പെൻഡിങ് ആയിട്ട് ഇരിക്കുന്നത്. ഈ ബാത്റൂമിനകത്തും നമുക്ക് ഓൾറെഡി ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തുകൊണ്ട് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നുണ്ട്. നമ്മൾ സ്റ്റെപ്പ് കയറാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ ലാൻഡിങ്ങിൽ വരുമ്പോൾ ഇവിടെയായിട്ട് നമുക്ക് ടഫിന്റെ ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം അകത്തേക്ക് കടക്കുന്നുണ്ട്. നേരെ റൂഫിൽ നോക്കുവാണെങ്കിലും സറൗണ്ടിങ് ഏരിയാസിലൊക്കെ LED സ്ട്രിപ്പുകൾ കൊടുത്തിട്ട് സിംഗിൾ ആയിട്ടുള്ള ഭംഗിയായിട്ടുള്ള ഒരു സിമ്പിൾ ലൈറ്റ് ഫിറ്റിംഗ് ആണ് ഹാങ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ വന്ന സമയത്ത് വലിയൊരു ഹാളിലേക്കാണ് വരുന്നത്. നമ്മുടെ അപ്പർ ലിവിംഗ് സ്പേസ് ആണ്. ക്യാമറയും ഞാനും തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ നോക്കിക്കോളൂ. വളരെ ലെങ്ത് ആൻഡ് വിഡ്ത് ആയിട്ടുള്ള
വലിയൊരു ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ അപ്പർ ലിവിങ്ങിനായിട്ട് കിട്ടുന്നത്. ഇവിടെ നമുക്ക് വിൻഡോസ് വരുന്നത് 4 വിൻഡോസ് ആണ് ഈ ഒരു ഭാഗത്ത് കിട്ടുന്നത്. ടി വി വെക്കാനായിട്ട് താഴെ പോലെ തന്നെ അതേ ഡിസൈനിലാണ് ഇവിടെയും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ നമുക്ക് നിറയെ ക്ലോസ്ഡ് കബോർഡുകളും കിട്ടുന്നുണ്ട്. ഇവിടുത്തെ ഇലക്ട്രിക്കൽ ഫിറ്റിംഗ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ലെഗ്രാൻഡിലാണ് ചെയ്തിരിക്കുന്നത്. മുകളിലും താഴെയും കാണുന്ന എല്ലാ ഡോറുകളും വിൻഡോസും എല്ലാം തന്നെ ടീക്കൂഡിലാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഹാളിന്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ വരുമ്പോൾ നമുക്ക് ഇവിടെ ആയിട്ടൊരു റീഡിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മുകളിലൊക്കെ നോക്കുവാണെങ്കിൽ ക്ലോസ്ഡ് കബോർഡുകളും താഴെ ഡ്രോസും കബോർഡും ഒക്കെ ആയിട്ട് റീഡിംഗ് പർപ്പസിന് ലാപ്ടോപ്പ് വെച്ച് വർക്ക് ചെയ്യാണെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സ്റ്റെപ്പ് കയറി മുകളിലെത്തി ലെഫ്റ്റ് സൈഡിൽ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസ് കണ്ടു. റൈറ്റ് സൈഡിൽ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ആയിട്ടാണ് ബാൽക്കണി വരുന്നത്. നമ്മൾ ഈ ഒരു പാസേജിലൂടെ നടക്കുമ്പോൾ നമ്മൾ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കണ്ട ഏരിയ ഇവിടെയാണ്. ഇതിന് താഴെ കാണുന്ന ആ ഡെപ്തിലാണ് നമ്മളുടെ ലിവിംഗ് സ്പേസ് വരുന്നത്. ബാൽക്കണി നോക്കുവാണെങ്കിലും വളരെ സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ടഫിന്റെ ഗ്ലാസ് ഇട്ടിട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ ആ ഒരു ഭാഗത്ത് നമുക്കൊരു ഡിസൈൻ ഒക്കെ വരുന്നുണ്ട്. ചെടിച്ചട്ടികളൊക്കെ വെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ടഫിന്റെ ഗ്ലാസ് ഇട്ടിരിക്കുന്നതിന്റെ തൊട്ട് താഴെയുള്ള ഭാഗത്ത് നോക്കിയാൽ ചെടിച്ചട്ടികളൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇതിന്റെ റൂഫ് നോക്കുവാണെങ്കിലും പാനലിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. താഴെ 2 ബെഡ്റൂം കണ്ടു. മുകളിലത്തെ ബെഡ്റൂമാണ് ടോട്ടലി 3ാമത്തെ ബെഡ്റൂമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 14 അടി നീളവും 10 അടി വീതിയുമാണ് ബെഡ്റൂം സൈസ്. 2 ഭാഗത്തായിട്ട് വിൻഡോസ് വരുന്നുണ്ട്. ആ ഒരു കോർണറിലായിട്ട് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. കംപ്ലീറ്റ്ലി ഒരു വുഡൻ ഡിസൈൻ തന്നെയാണ് അതിന് കൊടുത്തിരിക്കുന്നത്. റൂഫിലാണെങ്കിലും LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 3ാമത്തെ ബെഡ്റൂമും ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയുള്ള 2 ബെഡ്റൂമുകളെ വെച്ച് നോക്കുവാണെങ്കിൽ ഇതും അതേപോലെ ബാത്റൂം വെച്ച് നോക്കുവാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ഗ്ലാസ് പാർട്ടീഷൻ വെച്ചിട്ട് കിട്ടുന്നുണ്ട്. 4ാമത്തെ ബെഡ്റൂമിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുത്തെ യൂട്ടിലിറ്റി ഏരിയ കാണാനുണ്ട്. യൂട്ടിലിറ്റി സ്പേസ് ഒക്കെ നമുക്ക് എടുത്തു പറയേണ്ടതാണ്. സ്പേഷ്യസ് ആണ്. വളരെ വലിയൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ യൂട്ടിലിറ്റിക്കായിട്ട് കിട്ടുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് ജെറയുടെ ഒരു വാഷ് ബേസിനും കിട്ടുന്നുണ്ട്. വലിയ ഏരിയ തന്നെ കിട്ടുന്നുണ്ട്. അത് കൂടാതെ നമുക്ക് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെപ്പുകൾ നിങ്ങൾക്ക് കാണാം. സ്റ്റെപ്പ് എല്ലാം തന്നെ കോൺക്രീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. 13.5 അടി നീളവും 10 അടി വീതിയുമാണ് ഈ ഒരു ബെഡ്റൂമിന് കിട്ടുന്നത്. 2 സൈഡിലായിട്ട് സിംഗിൾ വിൻഡോസും 3 വിൻഡോസും ഒക്കെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇവിടെയായിട്ടാണ് ഡ്രസ്സിംഗ് ടേബിൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിന് ഓപ്പോസിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബുകൾ വരുന്നത്. എല്ലാ ബെഡ്റൂമിലും തന്നെ ഫുഡ് ലാമ്പ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. റൂഫ് നോക്കുവാണെങ്കിലും നേരത്തെ കണ്ടതുപോലെ തന്നെ LED സ്ട്രിപ്പുകളും ബൾബുകളും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 4ാമത്തെ ബാത്റൂമിലും മാറ്റ് ഫിനിഷോട് കൂടിയ ടൈല് തന്നെയാണ്. ഈ ഒരു 4 ബാത്റൂമുകൾ നോക്കിയാൽ എല്ലാത്തിലും നമുക്ക് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തുകൊണ്ടാണ് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ കിട്ടുന്നത്. വീട് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച പോലെ എല്ലാ സൗകര്യങ്ങളും കൊടുത്തുകൊണ്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ പള്ളിക്കരയ്ക്കടുത്ത് പെരിങ്ങാലയിലാണ് ഈ ഒരു വീട് വരുന്നത്. നല്ലൊരു വില്ല പ്രൊജക്ടിനകത്താണ് വരുന്നത്. ചുറ്റിലും ആളുകൾ താമസമുള്ളതാണ്. പെരിങ്ങാല ജംഗ്ഷനിൽ നിന്നും 1.4 കിലോമീറ്റർ ആണ്. എടുത്തു പറയേണ്ടത് ഇൻഫോ പാർക്കിലേക്ക് വെറും 5 കിലോമീറ്റർ ആണ് വരുന്നത്. കളക്ടറേറ്റ് അതുപോലെ തന്നെ നമുക്ക് ഇടപ്പള്ളി എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ആണ്. ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 5.1 ആണ്. 5,100 ആണ് ലാൻഡ് അളവ്. സ്ക്വയർ ഫീറ്റ് 2,523. 2,523 ആണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 ബെഡ്റൂമുകൾ കൂടാതെ നമുക്ക് നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് കിട്ടുന്നുണ്ട്. വർക്ക് ഏരിയ കിട്ടുന്നുണ്ട്. 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് കിട്ടുന്നുണ്ട്. വെൽ വാട്ടർ ഉണ്ട്. വാസ്തുപരമായിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. 1,10,00,000 രൂപയാണ് വീടിന് ഓണർ ചോദിക്കുന്നത്. 1.10 CR എന്നുള്ള ഇതിന്റെ പ്രൈസ്. മാർബിൾ ഹോംസ് വഴി നിങ്ങൾ വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ നല്ല രീതിയിൽ നെഗോഷ്യബിൾ ആക്കി വാങ്ങിച്ചു തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വീടിന് ലോൺ വേണമെങ്കിൽ ഏത് ബാങ്കിൽ നിന്ന് വേണമെങ്കിലും ലോണും ഞങ്ങൾ ഈസി ടേംസ് ആൻഡ് കണ്ടീഷനിൽ അറേഞ്ച് ചെയ്ത് തരുന്നതായിരിക്കും. നല്ലൊരു വീടാണ്. നിങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ വീട് പെട്ടെന്ന് സെയിലായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. റോഡിന് വളരെ അടുത്താണ്. ബസ് റൂട്ട് നമുക്ക് വീടിന്റെ ഫ്രണ്ട് റോഡ് തന്നെ തൊട്ടടുത്ത് തന്നെയാണുള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. നമ്പറുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ഭംഗിയുള്ള വീടുകളുടെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിലൂടെ ഇനിയും കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.